മുന്നേ അവർ ചെയ്ത സിനിമ ഇതേപോലെ തല്ലുമാല ചെയ്തപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഇട്ട എഫേർട്ടിന്റെ ഒരു 10 പോലും അവർക്ക് വേണ്ടി വന്നില്ല. കണ്ടിന്യൂറ്റിയും ക്യാമറ റിപ്പോർട്ടും ഈ സ്ക്രീൻ പ്ലേ എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ടൂൾ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഫുൾ റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റും. ഏതൊക്കെ ദിവസം ഏതൊക്കെ സീൻ എടുത്തു, ഏതൊക്കെ ഷോട്ട്സ് എടുത്തു, എത്ര ടേക്സ് പോയിട്ടുണ്ട്, എത്ര ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെ എത്ര കാർഡ്സ് വന്നിട്ടുണ്ട്. ഇതൊരു ഓട്ടോമേറ്റഡ് പ്രോസസ് ആയിട്ട് എൻഡ് ഓഫ് ദ ഡേ ഇതിന്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് തരും. എത്ര കാർഡ് പോയിട്ടുണ്ട്, എത്ര ക്യാമറ ഉണ്ടായിരുന്നു. പിന്നെ CG ഷോട്ട്സ് മാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ CGക്കാർക്ക് നമുക്ക് പെട്ടെന്നൊരു ലിസ്റ്റ് കൊടുക്കാൻ പറ്റും, ലിസ്റ്റ് ഓഫ് ഷോട്ട്സ്. അതെപ്പോഴും ബഡ്ജറ്റിങ്ങുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിൽ രഞ്ജൻ അബ്രഹാം സാറാണ് എഡിറ്റർ. പുള്ളിയും അതാ പറഞ്ഞത്, എനിക്ക് ഫയൽസും പേപ്പേഴ്സും വേണ്ട, ഞാനിപ്പോ ട്രാവൽ ചെയ്യുവാണെങ്കിലും എനിക്ക് ജസ്റ്റ് നോക്കിയിട്ട് ഇംഗ്ലീഷിലെ ഒരു അപ്രിസിയേഷൻ ഭയങ്കര വലുതായിട്ട് തോന്നി. നമ്മുടെ കൂടെ ഷമീർ ഷറഫുദ്ദീൻ ആണ്. അദ്ദേഹം പുതുതായിട്ടൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ബിഹൈൻഡ് ദ സീൻസ്, BTS എന്നാണ്. ഫിലിം പ്രൊഡക്ഷൻ, ഫിലിം പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, എല്ലാ ഘട്ടങ്ങളിലും ആവശ്യമുള്ള വലിയൊരു ചേഞ്ച് സിനിമ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാൻ ഉതകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം കപ്പിൾ ഓഫ് പാർട്ട്നേഴ്സ്, അതെ, ഇഫി ഗോവയിലെ 2024 ഇഫി ഗോവയിലാണ് അത് ലോഞ്ച് ചെയ്തത്. IFFKയിൽ അവർക്കൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു. വിൽ ടോക്ക് മോർ അബൌട്ട് വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് അബൌട്ട് ദിസ് ആപ്പ്. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടുള്ള ഒരു സോ കോൾഡ് കോൺവെർസേഷൻസ് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അഗെയിൻ ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ ദാറ്റ് ഇൻസ്പയർ എവരിവൺ. സോ വെൽക്കം ഷമീർ. Thank you for having me here. ഇത് ബേസിക്കലി രഞ്ജിത്ത് രഘുനാഥൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്. സ്കൂൾ മുതൽ ക്ലാസ്മേറ്റും ബാച്ച്മേറ്റും ഒക്കെയാണ്. ഞാനും രഞ്ജിത്തുമാണ് ഈ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ സുനിൽ ഇബ്രാഹിം എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, ജിൻസ് ഭാസ്കർ ആക്ടർ, ജംഷി, അങ്ങനെ സ്വരൂപ് ഫിലിപ്പ്, സിജാറോസ്, അങ്ങനെ ഇൻഡസ്ട്രിയിലുള്ള കുറേ ആൾക്കാർ ഇതിൻ്റെ സപ്പോർട്ടായിട്ട് ഇതിന്റെ ഡെവലപ്മെന്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരും എല്ലാം ഇതിന്റെ ഒരു പാർട്ടാണ്. ഫിലിം ഇൻഡസ്ട്രി ഈവൻ ദോ ഒരുപാട് മൾട്ടിമീഡിയ ആണ്. അത്രയും അതിനനുസരിച്ച് ആളുകളും ഓരോ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാ വരുന്നത് എന്നുള്ളത്, കാരണം ഇപ്പൊ കേട്ടെടുത്തോളം പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം വരുന്നുണ്ട്. എല്ലാ ഇതിന്റെ ആർട്ടിസ്റ്റും എല്ലാവരും ഇതിൽ പങ്കാളികളാവാനുള്ള ഒരു അതാണെന്ന് പറയുന്നു. So I don't know much about it. So if you could I will explain. Yeah. നേരത്തെ പറഞ്ഞതുപോലെ സിനിമയില് ഡോക്യുമെന്റേഷൻ ഒരുപാട് ആവശ്യമുണ്ട്. അത് ഗൂഗിൾ ഷീറ്റ്സ് വരുന്നതിന് മുമ്പും എക്സൽ ഷീറ്റ്സ് വരുന്നതിന് മുമ്പും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. പഴയ പത്മനാഭൻ സാറിന്റെ ഒരു ചാർട്ടിങ്ങിന്റെ ഒരു പേപ്പർ ചെയ്തായിരുന്നു, ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അപ്പൊ അത് ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ കാണാറുള്ള ചാർട്ടിങ്ങിനെക്കാട്ടിയും വളരെ ഇന്റൻസ് ആയിട്ട് വളരെ ഇൻഫർമേഷൻസ് ഉള്ള ഒരു ചാർട്ടായിരുന്നു. അപ്പോൾ അതൊരു മീൻസ് ആണ്. നമ്മൾ ഈ ആപ്പ് ആയാലും ഷീറ്റ് ആയാലും ഒക്കെ ഒരു മീൻസ് ആണ്. എൻഡ് ഓഫ് ദി ഡേ ഒരു 10-100 പേര് മിനിമം, പിന്നെ ഒരുപാട് പ്രോപ്സും ലൊക്കേഷൻസും, അങ്ങനെ ഒരുപാട് കമ്മോഡിറ്റീസ്, ഒരുപാട് എൻറ്റിറ്റീസ് ചേരുമ്പോഴാണല്ലോ ഒരു സിനിമ വരുന്നത്. അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാനൊരു 5 വർഷം ആയിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിംസും ആഡ്സ് മൂവീസും ഒക്കെ സ്വന്തമായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം എൻഡ് ഓഫ് ദ ഡേ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഡോക്യുമെന്റേഷന്റെ ഇമ്പോർട്ടൻസ് ഓഫ് കോഴ്സ് എല്ലാ ഇൻഡസ്ട്രിയിലെയും പോലെ ഉണ്ട്. പക്ഷെ അത് ചേഞ്ച് ആവുന്നതിന്റെ ഫ്രീക്വൻസി ഈ ഇൻഡസ്ട്രിയിലെ പോലെ ഞാൻ ഇന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിലും നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിൽ വരുന്ന ചേഞ്ചസ് നമുക്കൊരു പ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, ശരി, നമുക്ക് ഒരു ഡിലേ ഉണ്ട്, ഒരു റിസോഴ്സ് വരാൻ, അങ്ങനെ. പക്ഷെ ഇതങ്ങനെ അല്ല. ഇത് ഒരു മിക്സിയിലിട്ട് അടിച്ച മാതിരി നമുക്ക് രണ്ടാമത്തെ ദിവസം തന്നെ ആവും. കാരണം അത്രയും ആൾക്കാരുടെയും അത്രയും എൻറ്റിറ്റീസും ഒന്നിച്ച് വർക്ക് ചെയ്യും. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഇന്റൻസ് പ്ലാനിങ് ഒരു ദിവസം അല്ലെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഫിലിം ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പറയുന്നതിലാണ്. അപ്പോൾ അത് ബേസിക്കലി എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഹൈലി സ്കിൽഡ് അസോസിയേറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ. അവർക്ക് ആക്ച്വലി അവരുടെ മനസ്സിലുണ്ട് എല്ലാം. അവർ പെട്ടെന്ന് പറയും, ഓക്കെ, ഇപ്പോ ഒരു ആക്ടർ വന്നിട്ടില്ല, ഓക്കെ, ഈ ലൊക്കേഷനിൽ ആ ആക്ടർ ഇല്ലാതെ ഈ രാത്രി ഏത് സീനാ ഉള്ളത്, അപ്പോൾ ഇപ്പൊ ഉള്ള റിസോഴ്സ് വെച്ച് ഡ്രോണ് ഇല്ല, അപ്പൊ ഡ്രോൺ വെച്ചിട്ടുള്ളത് പറ്റില്ല, അങ്ങനെ എല്ലാം അവരുടെ മനസ്സിലാണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഒരാളിനെ
ചെയ്യുമ്പോൾ കോവിഡ് സമയത്ത് നമ്മുടെ ഒരു അസോസിയേറ്റ് പെട്ടെന്ന് ഒരു ദിവസം കോവിഡ് വന്ന് പോയി. അപ്പോൾ ആ പുള്ളിയുടെ കൂടെ കുറെ ഇൻഫർമേഷൻ പോയി. അപ്പൊ അങ്ങനെ കുറെ നമ്മൾ വേറൊരു ഫിലിം ചെയ്തപ്പോഴത്തേക്കും ആക്ടറിന്റെ ഫാദർ മരണപ്പെട്ടു ദൈവമല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ചാർട്ട് മുഴുവൻ തെറ്റിപ്പോയി. അപ്പൊ ഇത് പുതിയ കാര്യമല്ല ഫിലിം ഇൻഡസ്ട്രിയിൽ, ഇതെപ്പോഴും നടക്കുന്നത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സിനിമ ചെയ്യുന്നത്. ആ സ്ഥലത്ത് ആണ് മറ്റുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത് ഡിഫർ ചെയ്യുന്നത്. അവിടെ നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ നമുക്കൊരു ടൂൾ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പാർട്ട് ഫ്രം നോർമൽ ഡോക്യുമെന്റേഷൻ, ഡിസിഷൻ മേക്കിംഗ് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ഈ ഒരു 4 hours അല്ലെങ്കിൽ 8 hours ടൈമിൽ നമ്മളുടെ മില്യൺസ് സ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റും എക്യുപ്മെന്റ്സും ഉള്ളപ്പോൾ ക്വിക്കായിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഫോൺസ് ഉണ്ട് എല്ലാവരുടെ കയ്യിലും, ഫോട്ടോസും ഇൻഫർമേഷൻസും സിനിമയെ പറ്റി എല്ലാവരുടെ കയ്യിലും ഉണ്ട്, അസോസിയേറ്റ്സിനും അസിസ്റ്റൻസിനും ഒക്കെ. ആ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പിക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന സമയം, അതിന്റെ ആക്യുറസി, അവിടെയാണ് ഇതിന്റെ എഫിഷ്യൻസി ഇരിക്കുന്നത്. അപ്പൊ അതാണ് ഞങ്ങൾക്ക് വന്ന് ഫേസ് ചെയ്ത്, ഞാൻ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഫേസ് ചെയ്തൊരു ഇഷ്യൂ അവിടെ. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലോട്ട് എത്തിയത്. ക്വസ്റ്റ്യൻ പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, അത് ബേസിക്കലി പ്രീ പ്രൊഡക്ഷൻ മുതൽ ഈ ആപ്പ് എൻട്രി ഉണ്ട്. നമുക്ക് എൻറ്റയർ ബ്രേക്ക് ഡൗൺസ് ഇതിൽ എൻട്രി ചെയ്യാൻ പറ്റും. എൻറ്റയർ സ്ക്രീൻ പ്ലേ വേണമെന്നില്ല, ജസ്റ്റ് 1 line വെച്ചിട്ട് സീൻ നമ്പറും 1 line വെച്ച് നമുക്ക് പിന്നെ ബ്രേക്ക് ഡൗൺസ്, പ്രോപ്സ്, ക്യാരക്ടേഴ്സ്, കോസ്റ്റ്യൂംസ്, ഈവൻ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. ഈ സീൻ എടുക്കുമ്പോൾ എനിക്കൊരു ട്രെയിൻ വേണം, ഒരു ഡ്രോൺ വേണം, അതെല്ലാം മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ വൺസ് സ്ക്രീൻ പ്ലേ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ, ഫോർ എക്സാമ്പിൾ കോസ്റ്റ്യൂം ഡിസൈനറെയും പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ ഡിസൈനർ, അങ്ങനെയുള്ളവരെ നമുക്ക് ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ചെയ്ത ബ്രേക്ക് ഡൗൺസ് എല്ലാം അവർക്ക് കാണാൻ പറ്റും. അതിന്റെ ഓരോ ഫിൽറ്റേഴ്സ് വെച്ച് കാണാൻ പറ്റും, ഈ ലൊക്കേഷനിൽ എത്ര സീനുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ചോയ്സസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്യാരക്ടറിന് ഈ ആക്ടർ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്, ഈ ആക്ടറിന്റെ അവൈലബിലിറ്റി ഉണ്ട്, അങ്ങനെ. അതേപോലെ ലൊക്കേഷൻസ് അവർക്ക് റിയൽ ടൈമിൽ തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് അപ്പം തന്നെ ഫോട്ടോയും അതിന്റെ കോർഡിനേറ്റ്സും സേവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 5 ദിവസം മുമ്പുള്ളത് കാണണമെങ്കിൽ ഏതാ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ സാധാരണ ഒരു പ്രീ പ്രൊഡക്ഷൻ ചിലപ്പോൾ ഒരു 2 months മുതൽ ഒരു 1 year വരെ പ്രീ പ്രൊഡക്ഷൻ ഉള്ള മൂവീസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു 6 മാസം മുമ്പുള്ള ഇൻഫർമേഷൻ ഒന്നും നമുക്ക് വാട്സപ്പിൽ നിന്ന് എടുക്കാനോ പ്രോസസ് ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഇത് റിയൽ ടൈമിൽ നമ്മളൊരു ലൊക്കേഷൻ കണ്ടു, ഇത് കൊള്ളാം, ഇത് പോലീസ് സ്റ്റേഷന് ചേരും, ഈ സ്ഥലം, ഇതിന്റെ കോർഡിനേറ്റ്സ്, ഇതിന്റെ ഫോട്ടോ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ ടീമിന് കാണാം പോലീസ് സ്റ്റേഷന് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, പോലീസ് സ്റ്റേഷന് മൊത്തം എത്ര ഓപ്ഷൻ ഉണ്ട്, ഏതാണ് ഫീസിബിൾ. അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിന് പലരും പല സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിലും ഡയറക്ടറിന് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ആ പോലീസ് സ്റ്റേഷന്റെ ലൊക്കേഷൻസ്, ഓപ്ഷൻസ് എല്ലാവരും നോക്കും, എന്നിട്ട് അതിൽ ഏതാ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ വേറെ ആ ഡേറ്റ കിട്ടുന്ന ടൈമാണ് അവിടെ കട്ടാവുന്നത്. എല്ലാവരും ഒന്ന് തന്നെയായിരിക്കും കാണുന്നത്, അതിന്റെ ആക്യുറസി കറക്റ്റ് ആയിരിക്കും, അതിന്റെ ടൈം വളരെ കുറച്ച് മതി എന്നുള്ള ആളുടെ. അപ്പൊ പ്രീ പ്രൊഡക്ഷൻ ആക്ച്വലി 360 ഈ ആപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ ആപ്സ് അല്ലെങ്കിലും വെബ് വേർഷൻസ് ഒരുപാടുണ്ട്. സ്റ്റുഡിയോ ബൈൻഡറും കെൽടെക്സും, അങ്ങനെ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും ബ്രേക്ക് ഡൗൺസിനൊക്കെ പല രീതിയിൽ പണ്ട് മുതലേ വെബിലെല്ലാം ടൂൾസ് ഉണ്ട്. പക്ഷേ മൊബൈൽ ആപ്പ് ആകുമ്പോൾ അത് കുറച്ചുകൂടെ കുറയുന്നുണ്ട്. സ്റ്റുഡിയോ വെൻഡറിനൊന്നും മൊബൈൽ ആപ്പ് ഇല്ല. പിന്നെ ഈ ലൊക്കേഷൻ ഹണ്ടും അങ്ങനെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിനുള്ള പ്രിവിലേജസും ലോഗിൻസും അതും മിക്കവാറും ടൂൾസിലൊക്കെ മിസ്സിങ് ആണ്. മിക്കവാറും അതും കാണാറില്ല. അപ്പൊ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് എൻറ്റയർ ടീമിനെ വർക്ക് ചെയ്യാം, ഒന്നിച്ച് വർക്ക് ചെയ്യാം, കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യാം. പിന്നെ ഇതൊരു ആക്സസ് കൺട്രോൾഡ് ആപ്പാണ്. ആൾക്ക് എന്ത് കാണണം, അവരുടെ റോൾ അനുസരിച്ച് അവർക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു ആർട്ട് ഡയറക്ടറിന് ഏതൊക്കെ സീനിൽ ഏതൊക്കെ ആർട്ട് പ്രോപ്സ് ഉണ്ട്, ഏതൊക്കെ ലൊക്കേഷനാണ്, അതെല്ലാം കാണാൻ പറ്റും. പക്ഷെ അയാൾക്കൊരു സ്ക്രീൻ പ്ലേ മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കോസ്റ്റ്യൂം ഡിസൈനറിന്റെ ക്യാരക്ടേഴ്സിന്റെ ലിസ്റ്റും സീൻസും കോണ്ടെക്സ്റ്റും എല്ലാം അറിയാൻ പറ്റും. പക്ഷെ അയാൾക്കൊരു ക്യാരക്ടറിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. ഈ സീനിൽ ഇന്ന ക്യാരക്ടർ വേണ്ടാന്ന് അയാൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. റിയൽ ടൈമിൽ നോർമലി അത് പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു ആക്സസ് കൺട്രോൾ വെച്ചിട്ടാണ് നമ്മൾ എൻറ്റയർ ആപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ പിന്നെ അത് പ്രൊഡക്ഷൻ ടൈമിൽ എത്തുമ്പോൾ നോർമലി വെബിന്റെയോ ടാബിന്റെയോ ഒക്കെ യൂസേജ് വളരെ കുറയും. പ്രൊഡക്ഷൻ ടൈമിൽ ആർക്കും അതിലോട്ടൊന്നും പോകാനുള്ള സമയം ഉണ്ടാവില്ല, അതൊന്നും കൊണ്ടു നടക്കാനും പറ്റത്തില്ല.
പ്യുവർലി മൊബൈൽ ആപ്പിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് പ്രൊഡക്ഷൻ ടൈമിൽ. ആ സമയത്ത് നോർമലി കണ്ടിന്യൂറ്റി ആണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ചാർട്ട്, ഇന്ന് ഏതൊക്കെ സീനാണ് എടുക്കുന്നത്, ഇന്ന് എന്തൊക്കെ വേണം, നാളെ എന്തെല്ലാം വേണം. അപ്പോൾ ഡയറക്ടറിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നോർമലി വരും. ഞാനൊരു അസോസിയേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിക്കും, ഈ സീനിന്റെ അടുത്ത ഷോട്ട് നമ്മൾ എവിടെയാ എന്നാ എടുക്കുന്നത്, ഇതിന് മുമ്പ് നമ്മൾ ഈ സീനിന്റെ ഒരു ഷോട്ട് എടുത്തിരുന്നത് എന്നാ എടുത്തിരുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വരും. അതൊക്കെ നമുക്ക് വളരെ ടഫാണ് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ടേക്കിന്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആ കാർഡ് നമ്പറും ക്ലിപ്പ് നമ്പറും ഒന്നും നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പൊ ഇതൊരു എൻറ്റയർ ക്യാമറ റിപ്പോർട്ട് ഈ ആപ്പ് വഴിയാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രീവിയസ് ആയിട്ട് ഈ ഷോട്ടോ ഈ സീനിലോ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ആ സെക്കൻഡിന് അറിയാൻ പറ്റും. ഈ സീനിൽ 3 ഷോട്ട്സ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൽ ഡുവൽ ക്യാം വെച്ചൊരു ഷോട്ട് എടുത്തിട്ടുണ്ട്, അതിൽ ഡ്രോൺ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൽ ഓക്കി ടെക്സ് ഇത്രയാണ്, ടോട്ടൽ ടെക്സ് ഇത്ര പോയിട്ടുണ്ട്, എല്ലാം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കണ്ടിന്യൂറ്റി ഫോട്ടോഗ്രാഫ്സ് എല്ലാവർക്കും അതിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കോസ്റ്റ്യൂം ഒരു ആർട്ടിസ്റ്റ് ഇന്ന് വന്നു, കഴിഞ്ഞ് ചിലപ്പോൾ 20 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ഷൂട്ട്. അപ്പോൾ നമുക്ക് അന്നത്തെ ചാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ കണ്ടിന്യൂറ്റി ഫോട്ടോസ് എല്ലാം അങ്ങ് വരും, നമ്മളത് തിരക്കി പോകേണ്ട കാര്യമില്ല. അപ്പോൾ പ്രൊഡക്ഷൻ ടൈമിൽ ബേസിക്കലി ഡിറക്ഷൻ ഡിപ്പാർട്ട്മെന്റും മറ്റുള്ളവർക്കും നോർമലി ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതെ എല്ലാം ആക്യുറേറ്റ് ഇൻഫർമേഷൻ അവർ നോക്കുമ്പോൾ തന്നെ കിട്ടുന്ന രീതിയിൽ പ്രൊഡക്ഷൻ ടൈമിൽ, അത് ഇതിൻ്റെ ഒരു യുണീക്നെസ് ആണ് ഈ ആപ്പിന്റെ. ബേസിക്കലി പ്രൊഡക്ഷൻ ടൈമിൽ എൻ്റെ അറിവിലില്ല കണ്ടിന്യൂറ്റിയും ക്യാമറ റിപ്പോർട്ടും ഈ സ്ക്രീൻ പ്ലേ എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ടൂൾ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ആപ്പിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ആ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, നമുക്ക് ഫുൾ റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റും. ഏതൊക്കെ ദിവസം ഏതൊക്കെ സീൻ എടുത്തു, ഏതൊക്കെ ഷോട്ട്സ് എടുത്തു, എത്ര ടേക്സ് പോയിട്ടുണ്ട്, എത്ര ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെ എത്ര കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പൊ DIT ആയിട്ട് നമ്മൾ ഈ സ്റ്റോറേജുമായിട്ട് എപ്പോഴും ഒരു എൻഡ് ഓഫ് ദി ഡേ ഒരു ദിവസം ഷൂട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ക്യാമറ ടീമിൻ്റെ അടുത്ത് നമ്മൾ പറയണം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇത്ര കാർഡ്സിൽ ഇത്ര ക്ലിപ്സ് ആണെന്നുള്ളത്. അപ്പൊ അതിലൊരു ക്ലിപ്പ് മിസ്സാകുമ്പോഴാണ് എപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് റീഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ആ DIT ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതൊരു ഓട്ടോമേറ്റഡ് പ്രോസസ് ആയിട്ട് എൻഡ് ഓഫ് ദി ഡേ ഇത് തന്നെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് തരും, എത്ര കാർഡ് പോയിട്ടുണ്ട്, എത്ര ക്യാമറ ഉണ്ടായിരുന്നു. അപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് എഡിറ്റർ പാരലലി ഷൂട്ട് നടക്കുമ്പോൾ തന്നെ റിയൽ ടൈമിൽ എഡിറ്ററിന്റെ റിപ്പോർട്ട് കാണാൻ പറ്റും. അപ്പോ അതുകൊണ്ട് പിന്നെ CG ഷോട്ട്സ് മാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ CGക്കാർക്ക് നമുക്ക് പെട്ടെന്നൊരു ലിസ്റ്റ് കൊടുക്കാൻ പറ്റും, ലിസ്റ്റ് ഓഫ് ഷോട്ട്സ്. അതെപ്പോഴും ബഡ്ജറ്റിങ്ങുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമുക്ക് എത്ര CG ഷോട്ട് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അറിയാൻ പറ്റും. പോസ്റ്റ് പ്രൊഡക്ഷനിലെ എഡിറ്ററും CG, DI, കളർ കറക്ഷൻ അങ്ങനെയുള്ളവർക്ക് അതിന്റെ ഈ ടൂള് യൂസ് ചെയ്യാൻ പറ്റും. ഓവറോൾ ഓപ്പറേഷണൽ ഫീച്ചേഴ്സ് ആണ് ബേസിക്കലി ഓപ്പറേഷൻ സൈഡ് എന്ന് പറയാം. ഡസ് ഇറ്റ് ഓൾസോ കവർ ദ ബഡ്ജറ്റ് ആസ്പെക്ട്, അത്തരം കാര്യങ്ങളും കൂടി കവർ ചെയ്യുന്നുണ്ടോ? ബഡ്ജറ്റിംഗ് മൊഡ്യൂള്, ഫിനാൻസ് മൊഡ്യൂള് അത് ഇനി ഫ്യൂച്ചറിൽ വരത്തേ ഉള്ളൂ. പക്ഷെ ബഡ്ജറ്റിങ്ങിനും ഫിനാൻസിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും റിപ്പോർട്ട്സ് ആയിട്ട് ഇത് ജനറേറ്റ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് എത്ര കോസ്റ്റ്യൂം ഉണ്ട് ഈ സിനിമയിൽ, ഓക്കെ, എത്ര ലൊക്കേഷൻസ് ഉണ്ട്, എത്ര ക്യാമറാസ് എന്നൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ. ഇപ്പോൾ ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു ആനയെ വേണം, ഓക്കെ, നമുക്ക് എത്ര ദിവസം ഈ ആനയെ വേണം, അത് പ്രീ പ്രൊഡക്ഷൻ സമയത്തും ഷൂട്ട് സമയത്തും നമുക്ക് അറിയാൻ പറ്റും. കഴിയുമ്പോൾ നമ്മൾ എത്ര ദിവസം ഈ ആനയെ കൊണ്ടുവന്നിരുന്നു, യൂസ് ചെയ്തു ആ ഷോട്ടിൽ, അത് നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം റിപ്പോർട്ട്സ് ആയിട്ട്. അതേപോലെ കോൾ ഷീറ്റ്സ് ഉണ്ടല്ലോ നമുക്ക് ആക്ടേഴ്സിന്. ഒരു ആക്ടറിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആക്ടർ ചോദിക്കുന്നത് എനിക്ക് എത്ര സീനുണ്ട്, അല്ലെങ്കിൽ എന്നെ എത്ര ദിവസം വേണം, ഞാൻ എത്ര ലൊക്കേഷനിൽ ട്രാവൽ ചെയ്യണം, ഔട്ട്ഡോർ മീൻസ് ഔട്ട് ഓഫ് സ്റ്റേഷൻസ് ഉണ്ടോ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറിന് കൊടുക്കണം. ചിലപ്പോൾ 20 ആർട്ടിസ്റ്റ് 30 ആർട്ടിസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇത് ഈ റിപ്പോർട്ട്സ് എല്ലാം ഇതിൽ തന്നെ നമുക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് ആക്ടിൽ ആക്സസ് ഉണ്ട്, അവർക്ക് തന്നെ ഒരു ആക്ടറിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. മൊത്തം എൻറ്റയർ പ്രൊഡക്ഷൻ ഡേറ്റയുടെ ഒരു സ്റ്റാറ്റ്സ് ഇൻഫർമേഷൻ ആയിട്ട് ബഡ്ജറ്റിങ്ങിനും ഫിനാൻസ് മൊഡ്യൂളിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബില്ല് എനിക്ക് കിട്ടി. പിന്നെ 25 ദിവസം ഞാൻ ഡ്രോൺ യൂസ് ചെയ്തു, പക്ഷെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇല്ല, ഒരു 2 ദിവസം മാത്രമേ നമ്മൾ ഡ്രോൺ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു ലെയറാണ്. അല്ലാതെ ഒരു ബഡ്ജറ്റിംഗ്, പ്യുവർ ബഡ്ജറ്റിങ്ങും ഫിനാൻസ് മൊഡ്യൂളും ഇതില്ല.
ഞാൻ കേട്ടിടത്തോളം ഇപ്പൊ ആലപ്പുഴ ജിംഖാന അവര് ഈ ആപ്പ് യൂസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. സോ അതില് നാച്ചുറലി അതിന്റെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സും കൺട്രോളേഴ്സും ഒക്കെ മറ്റു സിനിമകളും വർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ ഒരു ഇവാലുവേഷൻ എപ്പോഴെങ്കിലും സാധിച്ചിരുന്നോ? അതിനു മുൻപ് ചെയ്തിട്ടുള്ള സിനിമകളും ഇതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഉണ്ടോ എനിക്ക്? അത് പല സിനിമയിലും പല എക്സ്പീരിയൻസ് ആണ്. കാരണം ഓരോ സിനിമയിലും ഓരോ മൊഡ്യൂൾസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ഈ ഈ ആപ്പിന്റെ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ ഒരു 100% പൊട്ടൻഷ്യൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഇത് ഇനിയും ചിലപ്പോൾ ഒരു 6 months ഇൻഡസ്ട്രിക്ക് വേണ്ടി വരും. കാരണം നമ്മളൊരു 10-50 വർഷമായിട്ടൊരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആലപ്പുഴ ജിംഖാനയിൽ പോസിറ്റീവായിട്ട് സംഭവിച്ച മെയിൻ നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്ത കാര്യം അതിന്റെ എൻറ്റയർ ക്യാമറ റിപ്പോർട്ട് ഈ ആപ്പ് വഴിയായിരുന്നു. അപ്പൊ അതൊരു വളരെ ഓഫ് കോഴ്സ് അതൊരു ബോക്സിംഗ് റിലേറ്റഡ് മൂവിയാണ്. അപ്പൊ അതിൽ ഷോർട്സിന്റെ എണ്ണം ഒരുപാട് കൂടുതലാണ്, CG ഷോർട്സിന്റെ എണ്ണം ഒരുപാട് കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അതിന്റെ ക്യാമറ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് അതില് 10 ക്യാമറയോളം പല സമയത്തായിട്ട് യൂസ് ചെയ്തിട്ടുള്ളവർ എക്സ്ട്രീംലി ഒരു കോംപ്ലക്സ് മേക്കിംഗ് പ്രോസസ് ആവശ്യപ്പെടുന്ന ഒരു കഥയാണല്ലോ. അപ്പൊ അത് ഞങ്ങളത് ഡീൽ ചെയ്ത അസോസിയേറ്റ് അസിസ്റ്റന്റുമായിട്ടിന്റെ ഫീഡ്ബാക്ക് ഞങ്ങൾ എടുത്തിരുന്നു. മുന്നേ അവര് ചെയ്ത സിനിമ ഇതേപോലെ തല്ലുമാല ചെയ്തപ്പോ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഷോർട്സിന്റെ കാര്യത്തില് എഡിറ്ററുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് ഇട്ട എഫേർട്ടിന്റെ ഒരു 10-1 പോലും അവർക്ക് വേണ്ടി വന്നില്ല. അത് അവർക്ക് ആക്ച്വലി അതിലെ ഷിഹാബ് എന്ന് പറഞ്ഞൊരു അസിസ്റ്റന്റ് ഉണ്ട്, പുള്ളിയായിരുന്നു ഈ ആപ്പ് മാനേജ് ചെയ്തത്. പുള്ളി പറഞ്ഞ ഒരു വേർഡിങ്സ് ഇതായിരുന്നു: ഞങ്ങളിത് പ്രീ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്തത് കൊണ്ട് പ്രൊഡക്ഷന് നമുക്കത് യൂസ്ഫുൾ ആയി, മീൻസ് ഹെൽപ്ഫുൾ ആയി. ഞങ്ങളത് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്കത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഹെൽപ്ഫുൾ ആയി. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു സത്യവും. നമ്മളത് ഏത് ഫേസിൽ യൂസ് ചെയ്യുന്നു അത് നമുക്ക് അടുത്ത ഫേസിൽ നമുക്കത് ഹെൽപ്ഫുൾ ആയിട്ട് വരും. അപ്പോ പടക്കുതിര എന്ന് പറഞ്ഞൊരു മൂവിയില് ഓൾമോസ്റ്റ് എല്ലാ മൊഡ്യൂൾസും അവർ യൂസ് ചെയ്തായിരുന്നു. ബട്ട് കോസ്റ്റ്യൂമിന്റെ ഭാഗത്തു നിന്നായിരുന്നു എനിക്ക് ആദ്യം ഒരു കോള് വന്നത്. പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനി ഈ ഒരു ടൂൾ ഇല്ലാതെ ഇത്രയും കോസ്റ്റ്യൂംസും ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടായിരിക്കും. കാരണം അത് തന്നെ പടക്കുതിരയിലെ ഒരു ആർട്ട് മാനേജ് ചെയ്ത അസിസ്റ്റന്റ് വെച്ച് കഴിഞ്ഞാൽ പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. കാരണം എല്ലാം എൻ്റെ കയ്യിലുണ്ട്, കൺട്രോളിലാണ് ഏത് സമയത്തും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്കൊരു വറി ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം ഇപ്പോൾ ഷൂട്ട് നടക്കുന്നുണ്ട്, 2 സ്കെഡ്യൂൾ കഴിഞ്ഞു. അതിലെ രഞ്ജൻ അബ്രഹാം സാറാണ് എഡിറ്റർ. പുള്ളി നേര് കണ്ടിരുന്നു അതിന് ശേഷം. പുള്ളിയും അതാ പറഞ്ഞത്, എനിക്ക് ഫയൽസും പേപ്പേഴ്സും വേണ്ട, ഞാനിപ്പോ ട്രാവൽ ചെയ്യുവാണെങ്കിലും എനിക്ക് ജസ്റ്റ് നോക്കിയിട്ട് ഈ സീനിൽ ഒരു ഷോട്ട് ഇല്ല, അല്ലെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. പുള്ളിയിലെ ഒരു അപ്രീസിയേഷൻ ഭയങ്കര വലുതായിട്ട് തോന്നി. കാരണം പുള്ളി ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു എഡിറ്ററാണ്. പുള്ളി കുറച്ച് സജഷൻസും തന്നിരുന്നു ഞങ്ങൾക്ക്, അത് ഞങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് പല രീതിയിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഈ അടുത്തൊരു ക്യാമ്പ് ചെയ്തായിരുന്നു, ഒരു 18 പേര് എറണാകുളത്ത് ശാന്തിഗിരിയിൽ വെച്ചിട്ട്, ആസ്പയറിംഗ് ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസും ആയിട്ടൊക്കെ. അപ്പൊ അത് ഭയങ്കര ഒരു പ്രൊഡക്റ്റീവ് ക്യാമ്പായിരുന്നു. അപ്പൊ നമ്മളും അത് ലേൺ ചെയ്യുമായിരുന്നു. കാരണം ഒരു 2 days വർക്ക്ഷോപ്പ് മാതിരിയായിരുന്നു. ഫ്രം സ്ക്രീൻ പ്ലേ അവിടെ ഇരുന്ന് എഴുതി, അതിന്റെ ബ്രേക്ക് ഡൗൺ അവിടെ വെച്ച് തന്നെ ചെയ്തു. എന്നിട്ട് അതിന്റെ ഹണ്ടും കാസ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ അവിടെ വെച്ച് ചെയ്തു, ഈ ആപ്പ് വഴി ചെയ്തു. എന്നിട്ട് ഷൂട്ടും ക്യാമറ റിപ്പോർട്ടും എഡിറ്റും ആ ഷോർട്ട് ഫിലിമും ഞങ്ങൾ കണ്ടു, 48 hours ക്യാമ്പ്. അപ്പോൾ അതൊരു നല്ല ജേർണി ആയിരുന്നു. ഈ ആപ്പ് വെച്ചിട്ട്, ഈ ആപ്പ് വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റില്ല. ആപ്പിന്റെ ഹെൽപ്പോട് കൂടി ഒരു ഷോർട്ട് ഫിലിം അവിടെ ചെയ്താൽ. അപ്പോൾ ഞങ്ങളും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഫീഡ്ബാക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആക്ച്വലി ഓരോ മൂവി കഴിയുമ്പോഴും പുതിയ മൊഡ്യൂൾസോ അല്ലെങ്കിൽ എൻഹാൻസ്മെന്റ്സോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചാർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് സൊല്യൂഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഇൻ 2-3 weeks അത് റിലീസ് ചെയ്യും.
ഇപ്പൊ 3-4 അസോസിയേറ്റ്സ് ആയിട്ട് നമുക്കിപ്പോ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോൾ അവരെല്ലാവരും ഡിഫറെന്റ് രീതിയിലാണ് ചാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അവർക്ക് എല്ലാവർക്കും അവർ ചെയ്ത രീതിയുടെ ഒരു ഒരു ട്രഡീഷണൽ അത് ചേർത്തുകൊണ്ട് എന്നാൽ ആ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു യൂസേജ് ഫീലും കിട്ടുന്ന രീതിയിൽ നമ്മളൊരു മൊഡ്യൂൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഒരു ഓർഗനൈസർ. അത് ഒരു 2-3 വീക്സ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഒരു ഫിലിം പ്രൊഡക്ഷൻ ടീം, ഇൻ ദ സെൻസ് പ്രൊഡക്ഷൻസ് ഞാൻ ആസ് എ ഹോൾ ഐ എം ടോക്കിംഗ് അബൌട്ട്, ഇഫ് ദർ അപ്രോച്ചിങ് യു, എത്ര നാളത്തെ പ്രിപ്പയർഡ്നെസ് വേണം അവർക്ക് സോ ടു ഗെറ്റ് യൂസ് ടു ആൻഡ് യുനോ ബിഫോർ പ്രീ പ്രൊഡക്ഷൻ ഇഫ് ദേ ഹാവ് ടു അപ്രോച്ച്, എത്ര നാൾ മുൻപ് ദേ ഹാവ് ടു അപ്രോച്ച് യു? ഈ ആപ്പ് ഡിസൈൻ ചെയ്തത് ഒരു വാട്സപ്പിന്റെ യൂസർ ഇന്റർഫേസ് ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഡെഫിനറ്റ്ലി സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്ക് എൻജിനീയേഴ്സിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ലൊക്കേഷൻ മാനേജർ മുതൽ യൂസ് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു വാട്സപ്പ് ലെവൽ യൂസർ ഇന്റർഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പടക്കുതിര എന്ന് പറഞ്ഞ മൂവിയിൽ ഒരാഴ്ച മുമ്പാണ് എൻട്രി ചെയ്തത്. ഞങ്ങൾക്കും അവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമുക്കിത് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ഒരാഴ്ച മുമ്പ് എൻട്രി ചെയ്തിരുന്നു. പ്രീ പ്രൊഡക്ഷൻ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ എൻട്രി ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നിസാം ബഷീറിന്റെ ഫിലിം നടക്കുന്നതാണ്, പ്രീ പ്രൊഡക്ഷൻ നടക്കുകയാണ്. അത് ആക്ച്വലി 3 months മുന്നേ നമ്മൾ വർക്ക് തുടങ്ങിയതാണ്. ഇപ്പോഴും അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1 week ഈസ് ഇനഫ് ആണ് നമുക്ക് പ്രീ പ്രൊഡക്ഷൻ. കാരണം 1 weekന് ആകുമ്പോഴത്തേക്കും പലരും ഇതിന്റെ ബ്രേക്ക് ഡൗൺസ് ഒക്കെ എക്സൽ ഷീറ്റിലും കുറെ വർക്ക് അവർ ചെയ്തിട്ടുണ്ടാവും. അത് ഇതിലോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി. അതല്ല, അതിന് മുന്നേ തുടങ്ങുന്നവര് എക്സൽ ഷീറ്റ്സ് ഒന്നും ഒരിക്കലും യൂസ് ചെയ്യുന്നില്ല. അവർ ഡയറക്റ്റ്ലി ഇതിൽ തന്നെ ചെയ്യുന്നു. ഇതിന്ന് അവർക്ക് എക്സലോ PDF ഒക്കെ ജനറേറ്റ് ചെയ്തിട്ട് അവർക്ക് കീപ്പ് ചെയ്യാനും പറ്റും. അപ്പൊ അത് ഒരു ഇന്റൻസ് ട്രെയിനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ ഒരു സ്പെസിഫിക് ഏരിയാസ് ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. ഒരു ലൊക്കേഷൻ മാനേജർ ആ ഒരു ഇത് പഠിച്ചാൽ മതി, ചിലപ്പോൾ 10 minutes മതിയായിരിക്കും അയാൾക്ക് ഈ ആപ്പ് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി. ഓഫ് കോഴ്സ് ചീഫ് അസോസിയേറ്റിനും മെയിൻ ആയിട്ട് ഇത് മുഴുവൻ ഡീൽ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും കുറച്ച് സമയം വേണ്ടി വരും. ഇപ്പൊ മനസ്സിലാക്കിയെടുത്തോളം ഡിഫറെന്റ് മൊഡ്യൂൾസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് വേറെ വേറെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഓർ ആസ് എ ഹോൾ ദേ ക്യാൻ സബ്സ്ക്രൈബ്. മൊത്തത്തില് ഒരു ഫിലിമിനായിട്ടാണ് സബ്സ്ക്രിപ്ഷൻ. എന്നിട്ട് അവിടെ യൂസേഴ്സിന് പിന്നെ ഓരോ റോൾസാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം ഇതൊരു കൊളാബറേഷൻ. ഞാൻ ഒരു കോസ്റ്റ്യൂം മാത്രമാണ് മാനേജ് ചെയ്യാൻ ആലോചിക്കുന്നെങ്കിൽ കോസ്റ്റ്യൂമിന് എൻ്റെ അടുത്ത് സ്ക്രീൻ പ്ലേ വേണം. ഒരു സീന്, ആ സീനിനകത്താണ് ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സിനാണ് കോസ്റ്റ്യൂം. അത് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഏത് ദിവസം ഏത് കോസ്റ്റ്യൂം എന്ന് കാണാൻ പറ്റും. ഒരു കോസ്റ്റ്യൂം മൊഡ്യൂൾ മാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് പ്രത്യേകിച്ച് അങ്ങനത്തെ ടൂൾസ് ഉണ്ട്. അത് കോസ്റ്റ്യൂം ഡിസൈനറിനാണ് ആ ടൂൾസിന്റെ ആവശ്യം. എന്തൊക്കെ ഡിസൈൻ കൊടുക്കാം, അത് 360 ഡിഗ്രി കണ്ടു നോക്കാം എന്നൊക്കെ ഉള്ളത്. ഇത് പക്ഷേ സിനിമയിൽ ഈ ക്യാരക്ടറിന് ഈ കോസ്റ്റ്യൂം എത്ര ദിവസം റിപ്പീറ്റ് ചെയ്യുന്നു, അത് ഏതൊക്കെ ദിവസമാണ് വരുന്നത്, അത് റെന്റിന് എടുക്കുവാണെങ്കിൽ ഈ കോസ്റ്റ്യൂം ഏതൊക്കെ ദിവസമാണ് ഞാൻ റെന്റിന് എടുക്കേണ്ടത്, അതെല്ലാം ആ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം. എൻറ്റയർലി ഒരു സിനിമയോ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ആ ഒരു വെബ് സീരീസോ അങ്ങനെയാണ് അതിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫീ അസോസിയേറ്റഡ് ആണല്ലോ. സോ ഇസ് ഇറ്റ് ലൈക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ വോള്യൂം, നമ്പർ ഓഫ് ഡേയ്സ്, അങ്ങനെയാണോ? ഇത് ഡെഫിനറ്റ്ലി അതിന്റെ വോള്യൂം അനുസരിച്ച് തന്നെയാണ്. നമ്മൾ 75,000 ഒരു മൂവിക്ക്, ഒരു പ്രോജക്റ്റിന് 75,000 ആണ് ചാർജ് ചെയ്യുന്നത്. അതിലൊരു 15 to 20 യൂസേഴ്സിന് എന്ന് വെച്ചാൽ ടീമിൽ ഡിറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നുള്ള ആൾക്കാർക്ക് ലോഗിൻ ചെയ്യാനും അവരവരുടെ ഇത് മാനേജ് ചെയ്യാനും പറ്റുന്ന ഒരു ഇതാണ്. ഒരു ഫിലിം അത് ചിലപ്പോൾ 3 months തീർക്കുന്നവരുണ്ട്. മീൻസ് പ്രീ പ്രൊഡക്ഷൻ ടു പോസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഷൂട്ട് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഷൂട്ട് മിക്കവാറും എല്ലാ സിനിമയും ചിലപ്പോൾ 20 days അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 80 days ആയിരിക്കാം. പക്ഷെ പ്രീ പ്രൊഡക്ഷൻ 3 months ആയിരിക്കാം, പോസ്റ്റ് പ്രൊഡക്ഷൻ 4 months ആയിരിക്കാം. അപ്പോൾ അതൊരു ലോങ് ഡ്യൂറേഷൻ എടുക്കും. അപ്പോൾ ഒരു മിനിമം ഒരു 6 months ഒരു മൂവിക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാ കൊടുക്കുന്നത്. ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ആഡ് ഏജൻസീസിനൊക്കെ ഡിഫറെന്റ് സിനാരിയോസാണ് വരുന്നത്. അവർക്ക് ഒരു മൂവിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു ഷോർട്ട് ഫിലിമിന്റെ അല്ലെങ്കിൽ ഒരു ആഡിന്റെ ഒരു ലൈഫ് സ്പാൻ 1 week ആയിരിക്കും, പ്രീ പ്രൊഡക്ഷൻ ടു പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ അവരുടെ സീൻ കൗണ്ട്സും അവരുടെ അസറ്റ്സും റിസോഴ്സും എല്ലാം ചെറുതും ഇത്രയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി കസ്റ്റം പാക്കേജസ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ കുറച്ച് റിക്വസ്റ്റ് വന്നു ആഡ് ഏജൻസീസ് എന്നൊക്കെ. അപ്പൊ അതിന് കുറച്ച് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്
നമ്മളിപ്പോൾ ഒരു ക്യാമ്പ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ 2-3 സിനിമയിൽ ഞങ്ങൾ അസിസ്റ്റ് ചെയ്താലും നമുക്ക് ഞാനിപ്പോ 3-4 ഫിലിമിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഈ ആപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് ഒരു കോസ്റ്റ്യൂം അസിസ്റ്റന്റ് ചെയ്യുന്ന ജോലി ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെല്ലാം എല്ലാവർക്കും നമുക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഇതൊരു 2 ദിവസം കൊണ്ട് ആ 18 പേർക്കും ഒരു ഫിലിമിന്റെ ഓരോ ടെക്നീഷ്യനും ചെയ്യുന്ന ജോലി, അതിന്റെ ആക്ച്വൽ സോൾ അവർക്ക് മനസ്സിലാവും. പിന്നെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വന്തം സിനിമ ചെയ്യുമ്പോഴോ വേറൊരാളുടെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴോ അതെന്താണെന്നുള്ളത് അവർക്കാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ ഇതൊരു ഒരു ഒരു സിലബസ് ആണ്, ഒരു അക്കാഡമിയാണ് ഈ ഒരു ആപ്പിന്റെ ഒരു യൂസ്ഫുൾ ഒരു പ്രോസ്പെക്ട് അതാണ്. അപ്പോ ആ സ്റ്റുഡൻസിന് അങ്ങനത്തെ സ്കൂൾസിനും വേണ്ടിയുള്ള പാക്കേജസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ ഫീ ഫേസ് വൈസ് ആണോ ഓർ ഇസ് ഇറ്റ് വൺ ടൈം പേയ്മെന്റ്? ബേസിക്കലി 2 ഫേസിലാണ് നിങ്ങൾ വാങ്ങുന്നത്. കാരണം പ്രീ പ്രൊഡക്ഷൻ സമയത്ത് നമ്മൾ സൈൻ ആകുമ്പോഴത്തേക്ക് ഒരു ഫീസ് വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ഹാഫ് ഇയർ ഒരു ഫീസ് വാങ്ങാറാണ് പതിവ്. ഡിപ്പെൻസ് ഓൺ വേറെ ഏതെങ്കിലും ഡിപ്പെൻഡൻസി വിത്ത് യുവർ ടീം ഉണ്ടാവും ബിറ്റ്വീൻ യു ആൻഡ് ദ ഫിലിം ടീം? ഇസ് ദെയർ എനി ഡിപ്പെൻഡൻസി ഓൺ എ ഡേ ടു ഡേ ബേസിസ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഏത് ഫേസിലാണെങ്കിലും? ആക്ച്വലി നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ തന്നെ അറിയേണ്ട ഏത് സിനിമ നടക്കുന്നു അതെല്ലാം ഓൺലൈനിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് അവർ തന്നെ ഫുൾ ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. എൻഡ് ഗോൾ അതാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ടീം ആണ് വർക്ക് ചെയ്യാറ്. കാരണം എപ്പോഴും ഒരു സപ്പോർട്ട്, കാരണം ഒരു ട്രാൻസിഷൻ ടൈമാണ് ഈ സമയത്ത്. അപ്പൊ നമ്മൾ അത് ഒരു ഗോളായിട്ട് വെക്കുന്നില്ല. കാരണം നമുക്ക് ഫീഡ്ബാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറ്. ഞാൻ ആക്ച്വലി പറ്റുന്ന സമയത്തൊക്കെ ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ പോകും, ക്യാമറ റിപ്പോർട്ട് എഴുതുന്ന ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടറിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഒരു ഫസ്റ്റ് ഡേ ഒരു 2 hours സ്പെൻഡ് ചെയ്യും. അത് ട്രാക്കിലാവണം, കാരണം അതൊരു ടഫ് ജോബാണ്. മൾട്ടിപ്പിൾ ക്യാമറാസ് അത് സ്പോട്ടിൽ വെച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അത് പാനിക് ആയി കഴിഞ്ഞാലും ക്യാമറ റിപ്പോർട്ടിന്റെ ആക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തെ അറിയുള്ളൂ. ആ സമയത്ത് നമ്മൾ അതങ്ങ് എന്തെങ്കിലും എഴുതി വിടുകയും ചെയ്യും. അപ്പോ ഇപ്പൊ നമ്മള് ആക്ച്വലി ഡിപ്പെൻഡൻസി എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങള് ക്ലോസ് ആയിട്ട് ബേസിക്കലി ഇപ്പോ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാറാണ് പതിവ്. അപ്പോ ചില കേസസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ ഒരു കോള് പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് നമുക്ക് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിക്കുന്ന ഏരിയാസ് ഒരു കോളും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഒരു പ്രൊജക്ട് എൻറ്റയർ ചാർട്ട് അവരങ്ങ് ചെയ്തു, ഫുൾ അങ്ങ് ചാർട്ട് ചെയ്തു. നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ചാർട്ടിന്റെ സമയത്ത് 2 കോളെങ്കിലും വരും, അത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും എന്നുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം വിചാരിക്കുന്നു. അപ്പം അത് ഡിപ്പെൻസ് ആണ് ആരാണ് അപ്പുറത്ത് യൂസ് ചെയ്യുന്നത്. ചിലർക്ക് അതിലൊരു ക്വസ്റ്റ്യനും ഉണ്ടാവില്ല, അവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. ചിലര് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഹെൽപ്പ് വേണ്ടി വരും. ചിലർ ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറയും ഇന്ന കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയും. അപ്പോ എൻ്റെ അടുത്ത് ഞങ്ങള് പ്ലാൻ ഓഫ് കോഴ്സ് ആർക്കും സ്വന്തമായിട്ട് ഫുൾ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഒരു സപ്പോർട്ടും വേണ്ടാതെ അവർ ചെയ്യുന്ന ടീംസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ നോർമലി നമ്മൾ വളരെ അടുത്ത് കൊളാബറേറ്റ് ചെയ്ത് സപ്പോർട്ട് കൊടുത്ത് നമ്മൾ ഫീഡ്ബാക്ക് എടുത്ത് ആ ഫീഡ്ബാക്കിൽ വർക്ക് ചെയ്ത് അങ്ങനെയാണ് അതൊരു ട്രാൻസിഷൻ ടൈമിൽ അങ്ങനെ തന്നെ പോകുള്ളൂ. എങ്ങനെയാണ് ഹൗ ഷുഡ് സമൺ റീച്ച് ടു യു? ഇപ്പോൾ ഞങ്ങളെ കൂടുതൽ പേര് ഇൻഡസ്ട്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും റെഫർ ചെയ്തും ഒക്കെയാണ് അറിയുന്നത്. പിന്നെ വെബ്സൈറ്റ് വഴി ആൾക്കാർ ഞങ്ങൾക്ക് ഇമെയിൽ ചെയ്യുകയും കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. BehindTheScene.app എന്നാണ് ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ പേര്. അപ്പൊ അതുവഴി ഞങ്ങൾക്ക് ഇന്ത്യയുടെ പുറത്തുനിന്നും ഒക്കെ അതിന്റെ ഡിസ്കഷൻസും റിക്വസ്റ്റും വരാറുണ്ട്. ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടൊരു 3 months ടൈമേ ആയിട്ടുള്ളൂ. നമ്മളൊരു 2 റിലീസ്, ഒരു മേജർ അപ്ഡേറ്റ്സ് ഉള്ള 2 റിലീസ് ഉടനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റിവീൽ ചെയ്യാവുന്നതാണെങ്കിൽ അപ്ഡേറ്റ്സ് എന്ത് കാര്യങ്ങളിലാണ് അപ്ഡേറ്റ്സ് വരാൻ പോകുന്നത്? ഐ മീൻ ആസ് എ വേർഷൻ 2 ഓർ നെക്സ്റ്റ് വേർഷൻ എന്നുള്ള രീതിയിൽ? ആക്ച്വലി ഹ്യൂജ് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ അടുക്കും തോറും അത് അകലുന്ന പോലെ ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ടാസ്ക് അത് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ നെക്സ്റ്റ് മൊമെന്റ് അതിന്റെ അടുത്ത ലെയർ, അപ്പൊ അതും കൂടെ ചെയ്യാം എന്ന് തന്നെ നമ്മളും വിചാരിക്കും, യൂസ് ചെയ്യുന്നവരും വിചാരിക്കും. അപ്പോ
AI ടൂൾസ്, ഫ്യൂച്ചർ ഇന്റഗ്രേഷൻ, ഈ ക്രിയേറ്റീവ് സ്ഥലത്ത് എഐക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ. കാരണം ഇതൊരു സിനിമ ഒരാളുടെ മനസ്സിലെ സിനിമയാണ് ചെയ്യാൻ പോകുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ എഐക്ക് പറ്റും. പക്ഷെ എയുടെ സിനിമ ആവാൻ പാടില്ല എന്നുള്ളതും ഈ ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കുന്നവരുടെ നിർബന്ധമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇന്റഗ്രേഷൻസ് നമ്മുടെ പ്ലാനിലുണ്ട്. അതൊരു മീൻസ് ആയിട്ട് ക്രിയേറ്റീവ് ഹെൽപ്പായിട്ട് വേണ്ടിയുള്ള കുറച്ച് മൊഡ്യൂൾസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റിങ്ങിനും അതിന്റെ ഫൈനാൻസ് പാർട്ട് നോക്കുന്നതിനും വേണ്ടിയുള്ള മൊഡ്യൂൾസ്. പിന്നെ ടെക്നോളജി മാറുന്നതനുസരിച്ചുള്ള അപ്ഡേറ്റ്സ് വരുമല്ലോ. പുതിയ പുതിയ എക്യുപ്മെന്റ്സ് വരുന്നതനുസരിച്ചും ടെക്നോളജി മാറുന്നതനുസരിച്ചും അതിന്റെ അപ്ഡേറ്റ്സ് ആണ്. നമ്മൾ ചെയ്തു വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വേറെയും ആസ്പെക്ട്സ് ഇതിന് വന്നു. അതിലൊന്നാണ് എഡ്യൂക്കേഷൻ. ഒരു സിനിമ നമുക്ക് 5 സിനിമ 10 സിനിമയിൽ നമ്മൾ പല പല റോൾസിൽ പല ജോലി ചെയ്ത് സിനിമ എന്താന്ന് പഠിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഈ ആപ്പിന്റെ ഒരു സിനിമയുടെ ലൈഫ് സൈക്കിളിൽ കൂടെ സ്ക്രീൻ പ്ലേ എടുത്തു, അതിന് ബ്രേക്ക് ഡൗൺസ് ചെയ്തു, അത് ഹണ്ട് ചെയ്തു, അതിൽ ചോയ്സസ് ഉണ്ടാക്കി, അത് കണ്ടുപിടിച്ചു, അത് വെച്ച് ഞാനൊരു ചാർട്ട് ചെയ്തിട്ട് ഞാൻ കോൾ ഷീറ്റ്സ് ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു, അതിന്റെ റിപ്പോർട്ട്സ് ഇതിൽ ചെയ്തു, അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തു, ഞാനൊരു ഔട്ട് എടുത്തു. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ഒരു 5 സിനിമയിൽ ചേർത്ത് വർക്ക് ചെയ്താലും കിട്ടാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് അതിന്റെ ഒരു കാര്യം ഞാൻ എക്സ്പെക്ട് ചെയ്യാതെ വന്നിരുന്ന കാര്യമുണ്ട്. ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ സ്കൂൾസിലൊക്കെ ഇതോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ടൂൾസ് ആയിരിക്കാം ഒരു സിലബസിന്റെ കോർ പാർട്ട്. അതുവഴി ആയിരിക്കാം ആ സിലബസ് കടന്നു പോകുന്നത്. കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആവും കാര്യങ്ങൾ. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം അത്രയും ഇനോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറും കൂടിയാണ്. ഇതിപ്പോ 5 സിനിമയിൽ ഒരാൾ വർക്ക് ചെയ്താലും അത് പഠിക്കണം എന്ന് നിർബന്ധമില്ല. അതൊന്നും പഠിക്കണമെന്നും വേണ്ട. അയാൾക്കൊരു സിനിമ ചെയ്യണമെങ്കിൽ ഇതൊന്നും പഠിക്കണം എന്നും ഇല്ല. പക്ഷേ ഇത് 2 ദിവസം കൊണ്ട് നമുക്ക് ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഈ ഒരു ആപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ആപ്പ് നമ്മൾ ആ ഒരു ലൈഫ് സൈക്കിളിൽ 2-3 ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. അവർ പറയുന്ന ടേംസ് എനിക്ക് മനസ്സിലാവും. ഒരു കോസ്റ്റ്യൂം ഡിസൈനർ വന്നിട്ട് അതിന് കോപ്പി വേണോ? വേണ്ട. ഡ്രോണിന്റെ കേസ് ആയാലും എക്യുപ്മെന്റ്സിന്റെ കേസ് ആയാലും നമുക്ക് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം എന്തൊക്കെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളിൽ നിന്ന്, അവർക്ക് എന്ത് ഇൻഫർമേഷനാണ് അവരുടെ ജോലി ചെയ്യാൻ അവർക്ക് വേണ്ടത്, നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള ധാരണകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് എനിക്കും ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഓരോരുത്തരുടെ രീതി വ്യത്യാസം ഉണ്ടാവും സർ. ബട്ട് വെൻ യു പുട്ട് ഇറ്റ് ഇൻ പ്രോസസ്, നേരത്തെ പറഞ്ഞ പോലെ അത് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ള സിസ്റ്റം മാറിയിട്ട് ഇറ്റ്സ് ഗെറ്റിംഗ് ഓപ്പൺ. ലൈക്ക് ദർ ഇസ് എ പ്രോസസ്, യു സ്റ്റിക്ക് ഓൺ ടു ദ പ്രോസസ് ആൻഡ് ദാറ്റ്സ് ഹൗ. ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് എഫേർട്ട്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതിന്റെ എൻഡ് റിസൾട്ട് ഇനിയും സമയമെടുക്കും വരാന്. അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ പലരുമായിട്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, പല റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് ചിലവര് ഫുൾ ആർട്ടിന്റെ കാര്യം ഈ ആപ്പ് മാനേജ് ചെയ്യാൻ വിട്ടുകൊടുക്കും. അപ്പൊ അവിടുന്ന് അതിന്റെ റിസൾട്ട് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പക്ഷെ നമുക്കറിയാം എൻഡ് ഓഫ് ദി ഡേ ഡൗൺ ദി ലൈൻ ഇത് 360 ഡിഗ്രിയും ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സ് വരുമ്പോൾ എല്ലാവർക്കും, ഇപ്പോ അർഷ് പറഞ്ഞ പോലെ ഷൂട്ട് സമയത്ത് ഒരു DOP അയാൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ആ സ്പേസിന്റെ ആർട്ട് ചെയ്തിരിക്കുന്ന കളർ എന്താ, അയാൾക്ക് തലേന്ന് വന്ന് രാവിലെ അവിടെ വരുന്നതിനും അറിയാൻ പറ്റുക. കാരണം നമ്മൾ ലൊക്കേഷൻ കണ്ടുപോയിട്ട് ചിലപ്പോൾ അവിടെ മാറ്റിയിട്ടുണ്ടാവും ആർട്ട് ഡയറക്ടർ എല്ലാവരും. അവിടെ വെച്ചിരിക്കുന്ന പ്രോപ്സ് ഒക്കെ എന്താ, ഇപ്പൊ എങ്ങനെയാ ഇരിക്കുന്നത്, അതൊരു കോസ്റ്റ്യൂം ഡിസൈനറിന് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ റെഡ് വോൾ ആണെങ്കിൽ റെഡ് കോസ്റ്റ്യൂം അവർ പ്ലാൻ ചെയ്തില്ല. DOPക്ക് അവിടെ സജഷൻസ് ഉണ്ടാവും അവിടെ ലൈറ്റിങ്ങിന് വേണ്ടി. അപ്പോൾ എഗെയിൻ നമ്മൾ പറയുന്ന ഒരു കൊളാബറേഷനാണ്. ആ സ്പേസ് എങ്ങനെ ഇരിക്കുന്നു, അവിടെ ആരൊക്കെയാണ് നാളെ ആക്ട് ചെയ്യാൻ വരുന്നത്, ഏത് സീനാണ് എടുക്കുന്നത്, കഥയുടെ കോണ്ടെക്സ്റ്റ് എന്താ, മൂഡ് എന്താ, അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് എന്താ. അപ്പൊ ഇതെല്ലാം പലരായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ എല്ലാം പിക്ചേഴ്സ്, അതാണ് നമ്മൾ ഈ ആപ്പ് വഴി കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും. കാരണം ആ ലൊക്കേഷന്റെ പിക്ചേഴ്സ് അവിടെ അതിലുണ്ട്, ഈ കോസ്റ്റ്യൂമിന്റെ പിക്ചേഴ്സ് ആപ്പിലുണ്ട്.
DOPക്ക് ആക്സസ് ഉണ്ട്. നാളെ ഏതൊക്കെ സീനാണ് എടുക്കുന്നത്, അതിലേതൊക്കെ കോസ്റ്റ്യൂംസാണ് യൂസ് ചെയ്യുന്നത്. ഇത് എത്രത്തോളം നമ്മളത് യൂസ് ചെയ്യുമ്പോൾ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി അത്രത്തോളം ക്രിയേറ്റീവ്ലി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ലോങ് റൺ ആണ് അത്. വളരെ സ്ലോ ആയിട്ട് അതിന്റെ ഒരു കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട് പല പല ഫേസസിലായിട്ട് പല പ്രൊജക്ട്സിലും. I'm finding it more and more interesting. I don't know audience എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നറിയില്ല, പക്ഷെ I am quite excited talking to you. ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണല്ലോ. ആ കോൺട്രിബ്യൂഷൻ തമ്മിൽ അറിയുമ്പോഴാണല്ലോ അത് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റുന്നത്. ഈ കോസ്റ്റ്യൂം ഡിസൈനർ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ആ സ്പേസ് എങ്ങനെയായിരിക്കുന്നത്, കഥയിൽ ആ മൂഡ് എന്തായിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കാണാനും ഒരു സ്പേസ് ഉണ്ടെങ്കിൽ വാട്സപ്പ് അല്ല ഫേസ്ബുക്ക് എന്ത് യൂസ് ചെയ്തോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ ഈ കണ്ടുപിടിക്കാൻ നമ്മൾ ടൈം എടുക്കും. എത്ര ബാക്കിലോട്ട് പോകണം, എത്ര ഫ്രണ്ടിലോട്ട് പോകണം, ആരാ ഇട്ടത്, എന്നാ ഇട്ടത്, എന്തിനെ പറ്റിയാ ഇട്ടത്. ഇതാകുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഈ ലൊക്കേഷൻ എങ്ങനെ ഇരിക്കുന്നത്, ആ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്താൽ കാണാം. നാളെ ഏതാ സീൻ നാളെ നിൽക്കുക കാണാം. ഈ ക്യാരക്ടർ അവിടെ ഉണ്ടോ ജസ്റ്റ് ഒരു ടാപ്പിൽ കാണാം. നമുക്കപ്പോൾ ആക്യുറസി ഉണ്ട്. അതൊരു 50-50 അല്ല, ഇതാണ് നമുക്ക് ഉറപ്പിക്കാം. Thank you so much. It was very insightful listening to you, and there are much more things that are yet to come. I know there are things happening in your brain, so I wish you all the best. Thank you. Thanks, Ash.